ഹലോ ഗൈസ്, നമുക്കൊന്ന് കുറച്ച് ഇഞ്ചിപ്പുളി ഉണ്ടാക്കിയാലോ? നമ്മുടെ നാട്ടിൽ ഇഞ്ചിപ്പുളി എന്നൊക്കെ കേട്ടാൽ പറയാം. ആദ്യം ഒരു ചട്ടി എടുക്കുക, അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വെളുത്തുള്ളി, അതേപോലെ തന്നെ ഇഞ്ചി, സവാള കുനുകുനാന്ന് അരിഞ്ഞത് അതിലോട്ട്, പിന്നെ ചെറുതായിട്ട് നല്ല ഉണ്ട മുളക് കിട്ടില്ലേ, ആ ഉണ്ട മുളക് ചെറുതായിട്ട് അരിയുക. അതിലോട്ട് കുറച്ച് പുളി പാകത്തിന് വെക്കുക. എന്നിട്ട് തക്കാളി നന്നായി അരിഞ്ഞിടുക, ചെറുതായിട്ട് അരിയുക. ഒരുപാട് തക്കാളിയൊന്നും വേണ്ട കേട്ടോ. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ ആയിന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഉലുവ ചേർക്കുക. പിന്നെ അതിലോട്ട് നമ്മൾ കടുക് ചേർക്കുക. കടുക് ഇതുപോലെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായി ഒന്ന് പൊട്ടി വരും. പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ ചേരുവകളും ഇതിലോട്ട് നമ്മൾ ചേർക്കുക. ഇഞ്ചി, അതേപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി, അതേപോലെ തന്നെ നമ്മുടെ സവാളയുടെ ചെറിയൊരു കഷ്ണങ്ങളും. എന്നിട്ട് ഇതൊന്ന് ഒന്ന് ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഏകദേശം ഇതിൻ്റെ മുരിവ് അറിയാൻ പറ്റും, ഏകദേശം എത്ര ആയി എന്നുള്ളത്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് തക്കാളി, ഒരുപാട് തക്കാളി എടുക്കരുത് കേട്ടോ, കുറച്ച് തക്കാളിയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതേപോലെ തന്നെ ഇതിലോട്ട് നമ്മുടെ പച്ചമുളക് ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇളക്കി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അത് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് നല്ല ഇങ്ങനത്തെ ചട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. പിന്നെ അതിലോട്ട് ഒരുപാട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യരുത്. അതിലോട്ട് കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യുക, ഒരു 1.5 ടീസ്പൂണ്. പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു 2 ടീസ്പൂൺ നമുക്ക് എന്ത് ആഡ് ചെയ്യാം, മുളകും പൊടി ആഡ് ചെയ്യാം. മുളകും പൊടി ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. നമ്മൾ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ശരിക്കും. എന്നിട്ട് നമ്മൾക്ക് കുറച്ച് വേപ്പിലയും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പുളിവെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ചൂടുവെള്ളത്തിൽ. അത് നന്നായി കൈകൊണ്ട് പിഴിഞ്ഞിട്ട്, നമ്മുടെ കൈകൊണ്ട് പിഴിഞ്ഞാലാണ് അത് ഫുള്ള് നല്ല രസത്തിൽ കിട്ടുള്ളൂ. എന്നിട്ട് ആ പുളിവെള്ളം കൂടി നമ്മുടെ ഈ മിക്സിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. ഇളക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, അത്യാവശ്യം നല്ല സ്മെല്ലും. ഒന്നും അടി കരിയാതെ നോക്കണം കേട്ടോ. നന്നായി നല്ല സ്മെല്ലും, നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത്യാവശ്യം വേവായിട്ട് വന്നിട്ടുണ്ട്. ഇതിലുള്ള ചേരുവകളുണ്ട്, ഇഞ്ചി സാധനങ്ങളൊക്കെ നന്നായി വേവണം. എന്നിട്ട് നമുക്ക് ശർക്കരയുടെ, ഇവിടുന്ന് വലിയ കഷ്ണം കിട്ടിയതായിരുന്നു, ചെറിയൊരു കഷ്ണം എടുക്കുക, ശർക്കര കട്ട എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ തിളച്ച് വരുന്ന നമ്മുടെ ഇഞ്ചിപ്പുളിക്ക് ഇത് ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. നമുക്കിതൊന്നൊരു ഹാഫ് വേവ് ആയി എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നല്ല രസമുണ്ട് കേട്ടോ. അതിന് ശേഷം ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം വീണ്ടും നമുക്ക് എടുക്കാം.